മനോഹരവും അതിവിശിഷ്ടവുമായ ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ആശയുടെ കാര്യദർശി സലാംക, ഈയൊരു സംഗമം ഉദ്ഘാടനം ചെയ്ത നമുക്കേവർക്കും പ്രിയപ്പെട്ട എഴുത്തുകാരൻ PK പാറക്കടവ്, വേദിയിൽ ഉപവിഷ്ടരായ ആശയുടെ മുന്നോട്ട് നയിക്കുന്ന പ്രതിപാദനരായ നേതാക്കന്മാർ, ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചടങ്ങ് വിശിഷ്ടമാണെന്ന് ഞാൻ പറയാൻ കാരണം, ആശ എന്ന് പറയുന്ന സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പരിചയപ്പെടുത്തി സാധാരണ ആദരവും അനുസ്മരണങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്നാണ് ചെയ്യിക്കാറുള്ളത്. പക്ഷെ നിങ്ങളിവിടെ നോക്കൂ, പൂവച്ചലിനെയും PTയെയും ആദരിക്കുന്ന, അനുസ്മരിക്കുന്ന ഈ ചടങ്ങ് നടത്തുന്നത് ആശ തന്നെയാണ്. ഇതിലാരും അതിഥികളായുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പാറക്കടവും ആശയുടെ ഭാഗം തന്നെയാണ്. അത്രമേൽ ഈ സംഘടനയുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന കലയും സാഹിത്യവും, നേരത്തെ സൂചിപ്പിച്ച പോലെ യുനെസ്കോയുടെ പൈതൃക സിദ്ധി കൂടി ആർജിച്ചെടുത്ത കോഴിക്കോടിൻ്റെ അതിസമ്പന്നമായ ഈ ആസ്വാദകർക്ക് മുമ്പിൽ ആശ ഒരിക്കൽ കൂടി അതിൻ്റെ സംഗീതവും മാനവികതയും ഒക്കെ സമർപ്പിക്കുന്ന മനോഹരമായൊരു വേദിയാണ്. പാട്ട് തന്നെയാണ് മുഖ്യം എന്നുള്ളത് കൊണ്ട് PK പാറക്കടവ് സൂചിപ്പിച്ച പോലെ പ്രസംഗത്തിന് വലിയ പ്രസക്തി ഇല്ല. ഞാനും ആശയുടെ ഒരു പ്രവർത്തക സമിതി അംഗമാണ്. PTയെ അനുസ്മരിക്കുന്ന ഫൈസൽ എളേറ്റിലും തത്തുല്യമായ ഒരു പദവി വഹിക്കുന്നയാളാണ് ആശയിൽ. അതുകൊണ്ട് ഈ സംഘടന തന്നെയാണ് ഈ അനുസ്മരണങ്ങളൊക്കെ നടത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരിമിതി ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു സദസ്സിന് മുമ്പിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് മുമ്പിൽ സംഗീതത്തെയും പാട്ടുകാരെയും പാട്ടെഴുത്തുകാരെയൊക്കെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം അല്ല. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പൂവച്ചൽ ഖാദറിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിലൊരു പരിമിതി കൂടി എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തെ പൂവച്ചൽ ഖാദർ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് കോഴിക്കോട് പൂവച്ചൽ ഖാദർ എന്ന് വിളിക്കുന്നതായിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നു. കാരണം പൂവച്ചലിലെ ഖാദർക്ക യഥാർത്ഥത്തിൽ കോഴിക്കോട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും കലാസപര്യയും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവും ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയ പ്രദേശമാണ് കോഴിക്കോട്. അന്ന് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാനേഷ് പൂനൂര് ഈ വേദിയിലിരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം അത് കണ്ടനുഭവിച്ച ആളാണ്. കണ്ട കാനേഷ് പൂനൂരിനെ അവിടെ ഇരുത്തി കേട്ടു വായിച്ചറിഞ്ഞ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അധിക പ്രസംഗമാവും എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതേയില്ല. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. പൂവച്ചൽ ഖാദറിനെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മഴവില്ലിൻ അജ്ഞാതവാസം തന്നെയാണ്. അജ്ഞാതവാസം കഴിഞ്ഞ് മണിമുകിൽ തേരിലേറി ഇറങ്ങിയ മഴവില്ല് മേലെ നിൽക്കുമ്പോൾ മരതക കിങ്ങിണിക്കാടുകൾ പുളകത്തിൽ മലരാട ചുറ്റി ഒരുങ്ങി താഴെയും ഈ ചിങ്ങമാസത്തില് ആ കാവ്യബിംബത്തെ ഒരു ഭാഷാ വിദ്യാർത്ഥിയുടെയോ സാഹിത്യ വിദ്യാർത്ഥിയുടെയോ കൗതുകത്തോടെ നോക്കിക്കാണുമ്പോൾ പൂവച്ചലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു വരികളുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർന്നില്ല. അങ്ങനെ മഴവില്ല് ആ മേഘത്തിൻ്റെ തേരിൽ ഇറങ്ങി താഴെ
കാടുകളൊക്കെ പുളകത്തിൻ്റെ മലരാട ചുറ്റി. ആ പ്രഭാതം ഉച്ചയായി വൈകുന്നേരമായപ്പോഴേ അന്നത്തെ ആദ്യ രാത്രിയിൽ മതിലേഖ പുതിയൊരു പാൽക്കിണ്ണം നൽകി അരമണി വീണ്ടും കിലുങ്ങി കടലിൻ്റെ വിരിമാറിൽ അവൾ ചേർന്നുറങ്ങി. ആദ്യത്തെ ചിത്രത്തില് പൂവച്ചലിൻ്റെ വരികളാണ്. മലയാള സിനിമാ സംഗീത ലോകത്തേക്കുള്ള പൂവച്ചൽ ഖാദർ എന്ന് പറയുന്ന ഞാൻ വിശേഷിപ്പിച്ച കോഴിക്കോട് പൂവച്ചൽ ഖാദറിൻ്റെ ഒരു മാസ് എൻട്രി എന്ന് നമ്മളെ ന്യൂജൻ ഭാഷയിൽ പറയാം. അതിൽ അങ്ങ് ആകാശവും താഴെ ഭൂമിയും കടലും പുഴയും, പുഴയുടെ കല്യാണമാണ്. എത്ര മനോഹരമായിട്ടാണ്. പാട്ടെഴുത്തുകാരൻ എന്ന് വിളിക്കാമോ എന്നെനിക്കറിയില്ല. ഒരു വേള കവികളിലെ പാട്ടുകാരനെന്നോ അല്ലെങ്കിൽ പാട്ടെഴുത്തുകാരനിലെ കവി എന്നോ വിശേഷിപ്പിക്കാവുന്ന പൂവച്ചലിൻ്റെ നമ്മൾ അറിയപ്പെടുന്ന ആദ്യത്തെ രചനയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും പുഴയെയും അവിടുത്തെ വസന്തോത്സവത്തിനെയും ഒക്കെ 4-5 വരികളിൽ ആറ്റിക്കുറുക്കി മലയാളിക്ക് സിനിമാ സംഗീതമായി പരിചയപ്പെടുത്താൻ എന്തായിരുന്നു പൂവച്ചൽ ഖാദറിൻ്റെ റിസോഴ്സ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം തന്നെ നമ്മുടെ ലബി ബുക്സ് പുറത്തിറക്കിയ ചിത്തിരത്തോണി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മുഖക്കുറിപ്പിൽ എഴുതിയ ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കുകയാണ്. കല്ലായിപ്പുഴയിൽ മൈലാഞ്ചി ചാലിച്ച സായാഹ്നങ്ങളുടെ ചാരുതയും മിഠായി തെരുവിൻ്റെ മധുരിമയും ഗസലിൻ്റെ ഖവാലിയുടെ ഖെസ്സിൻ്റെ ഒപ്പനയുടെ ശ്രുതിഭേദങ്ങളും മടങ്ങിപ്പോകാൻ കഴിയാതെ വാഗ്ദാനം പാലിച്ചു മരുവുന്ന മംഗലദേവതയുടെ നീലാഭാംഗവും കലാസംസ്കൃതിയുടെ സമൃദ്ധിയും 18 കവികളുടെ കാവ്യമുദ്രകളും ആഴിവീചികളുടെ ശ്യാമസംഗീതവും നൽകിയ നവ്യാനുഭൂതിയിൽ പുഷ്കലമായ ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ആദ്യത്തെ മദിരാശി യാത്ര 1972 നടത്തിയത് എന്ന് അദ്ദേഹം 2 പാരഗ്രാഫിൽ ഒതുക്കിയ മുഖക്കുറിപ്പിൽ കുറിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വായിച്ചു നോക്കിയാൽ ഇത് മുഴുവൻ കോഴിക്കോടാണ്. കല്ലായിപ്പുഴയിൽ മൈലാഞ്ചി ചാലിച്ച സായാഹ്നം, ഗസലും നേരത്തെ സൂചിപ്പിച്ച പാട്ടുകളുമൊക്കെ. ഇങ്ങനെയുള്ള നിറഞ്ഞ ഒരു മനസ്സുമായിട്ട് മദ്രാസിയിലേക്ക് വണ്ടി കയറിയ പൂവച്ചൽ ഖാദർ എന്ന് പറയുന്ന കവിക്ക് ഇങ്ങനെയൊക്കെ എഴുതാതിരിക്കാൻ കഴിയും എന്നാണ് ഞാൻ ഓർത്തത്. ഇതാണ് കോഴിക്കോട് പൂവച്ചൽ ഖാദർ എന്ന് വിശേഷിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. 2 ഭാവങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഒന്ന് പ്രണയം തന്നെയാണ്, പ്രണയത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ. മറ്റൊന്ന് ഭക്തിയാണ് ഞാൻ ദർശിച്ചത് പൂവച്ചലിൻ്റെ പാട്ടുകളിൽ. കായലിൻ്റെ പ്രഭാതഗീതങ്ങൾ കേൾക്കുന്ന തുഷാരമേഘങ്ങൾ, അത് മേലെയാണ്. മൈനകൾ പദങ്ങൾ പാടുന്നു, അതിനനുസരിച്ച് കൈതകൾ വിലാസമാടുന്നു. വളരെ പ്രസിദ്ധമായ പാട്ടാണ്. അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇത് നിന്റെ ജീവനിൽ അണിയൂ അഭിലാഷ പൂർണിമി. ശരിക്കും പറഞ്ഞാല് പിന്നെ ഒന്നും പറയാനില്ല. പ്രണയവും ജീവിതവും സ്നേഹവും വിരഹവും പ്രകൃതിയും എല്ലാം ഒന്നിച്ച് അത്രമേൽ കൃത്യമായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കടഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും അതിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ, അതിൽ എന്തെങ്കിലും ഒഴിവാക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇവിടെ ഈ പ്രണയത്തെ ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രണയത്തിന് വേണ്ടിയുള്ള പ്രണയമല്ല നമുക്കതൊന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ ഒരു ഗന്ധം കൂടിയുണ്ട്. ജീവിതഗന്ധിയായ വരികൾ, ജീവിതഗന്ധിയായ സംഗീതം, ജീവിതഗന്ധിയായ കല. ഐഷത്തൊക്കെ ഇരിക്കുന്ന വേദിയിൽ ആ വാക്ക് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സംഗീതം. അതുകൊണ്ടായിരിക്കല്ലോ ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. 2 എത്ര മനോഹരമായിട്ടാണ്. ശരറാന്തൽ സൂര്യനെയല്ലേ ഉദ്ദേശിക്കുന്നത്. സൂര്യൻ പതുക്കെ തിരിതാഴ്ത്തി മൂവന്തി ഉണ്ടായി. ആ മൂവന്തിയുടെ സൗന്ദര്യവും സൂര്യൻ്റെ തിരിതാഴ്ത്തലിൻ്റെ സൗന്ദര്യവും അതിലെ മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. മകരമാസ കുളിരിൽ
ആണ് അവളുടെ നിറഞ്ഞ മാറിൻ്റെ ചൂട് അനുഭവിക്കാൻ തോന്നുന്നത്. അത് മകരമാസം അല്ലെങ്കിൽ ആ ചൂട് എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ഇനി നല്ല ചൂടുള്ള സമയത്തും ഈ നിറഞ്ഞ മാറില് ചൂടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അതെങ്ങനെയായിരിക്കും അനുഭവിക്കുക? എങ്ങനെയാണ് ഇത്തരം ബിംബങ്ങളെ കോർത്തിറക്കി കലയും ജീവിതവും ഇത്രമേൽ സുന്ദരമായി സമന്വയിപ്പിക്കുന്നത് എന്ന് കാണുമ്പോൾ വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം കൂറി നിൽക്കാനേ സാധിക്കൂ. അതുകൊണ്ട് ഇത് ഇത്രയും മതി ഇതേക്കുറിച്ച് പറയുമ്പോൾ. ഇതെങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങളുടെ ചിന്തകളും പറയുന്ന ആളുകൾക്കൊക്കെ ധാരാളം പറയാനുണ്ടാവും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രണയത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം ഭക്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സുബഹി ബാങ്കിൽ ഉണർന്നിട്ട് ഉളൂവുള്ള മനസ്സാലെ സുജൂദിൽ നിന്നുയരുന്നു ഇസ്ലാം നാട്, മനിതർ തഴമ്പുള്ള വിരിനെറ്റി തടവിക്കൊണ്ടേ. നമ്മൾ കേട്ട പാട്ടാണ്. നമ്മുടെ പ്രഭാതം എങ്ങനെയായിരുന്നു? ആളുകൾ എങ്ങനെയായിരുന്നു? അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആശയത്തിൻ്റെ ദർശനത്തിൻ്റെ സ്വാധീനം ജീവിതത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഭക്തിയിൽ അതീവ അതിൽ ഇഴകിച്ചേർന്നുകൊണ്ട് ഒത്തിരി മാപ്പിളപ്പാട്ടുകൾ ഖാദർക്ക എഴുതിയിട്ടുണ്ട്. എല്ലാ സ്തുതിയും നിനക്കുള്ളതല്ലോ, എല്ലാ മൊഴിയും നിന്നിൽ നിന്നല്ലോ, സൃഷ്ടികൾക്കൊക്കെയും താത, ലോകങ്ങൾക്കൊക്കെയും നാഥ, ആലമ്പടച്ചൊരു റബ്ബേ. ഇങ്ങനെ പറയുമ്പോൾ പാടാൻ കഴിയാഞ്ഞിട്ടല്ല, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കൂടുതൽ പറയാനില്ല. ആലമ്പടച്ചൊരു റബ്ബേ, എങ്ങും നിറയുന്ന അക്കൈ. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും മാറ്റിവെക്കാനില്ല. എല്ലാം സൃഷ്ടാവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഭക്തി, എല്ലാം ജീവിതത്തിൽ അർപ്പിച്ചുകൊണ്ടുള്ള പ്രണയം. ഇങ്ങനെ കവിതയെയോ പാട്ടിനെയോ മനുഷ്യ ജീവിതവുമായി ബന്ധിപ്പിച്ച മഹാനായ ഒരു എഴുത്തുകാരൻ, കവി, കോഴിക്കോടിൻ്റെ സ്പന്ദനങ്ങളൊക്കെ അറിഞ്ഞ ഒരു കവി. ആ കവിയെയാണ് നമ്മൾ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതലായി കാനേഷ് പൂനൂർ നിങ്ങളോട് സംസാരിക്കും. എനിക്കും മൂളണമെന്നോ പാടണമെന്നോ ഒക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സദസ്സിൻ്റെ ഗാംഭീര്യവും നിങ്ങൾ ഈ ശ്രദ്ധിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ വാക്കുകൾ പിഴക്കുമോ, ഉപമകൾ ശരിയല്ലാത്ത രീതിയിലാകിപ്പോയുമോ എന്ന ഭയം എനിക്കുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ശ്രീകുമാരൻ തമ്പി സാറ് ചിത്രത്തോണി എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു വാക്ക്, അവതാരികൾ എഴുതിയത് ഇങ്ങനെയാണ്: ഒരു നല്ല കലാകാരൻ നല്ല മനുഷ്യൻ കൂടിയാവുക എന്നത് ഈ ഭൂമിയിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എന്നാണ്. സമകാലിക സിനിമാ മേഖലയിലെ ചർച്ചകളും തർക്കങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ഒരു ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ നിരീക്ഷണത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ നേരും നെറിയും കലയുടെ കൂടെ കൊണ്ടു നടന്ന് കലയ്ക്ക് വേണ്ടിയോ ക്ഷണികമായ ആഹ്ലാദത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് കല ജീവിതത്തിന് വേണ്ടിയാണ്, ജീവിതം തന്നെയാണ് കല എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയ എഴുത്തുകാരനായിരുന്നു പൂവച്ചൽ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഏറ്റവും നന്നായി കണ്ട ഒരു വാക്ക് മൗനം എന്നുള്ളതായിരുന്നു. ഒരു സങ്കടം മാത്രം അദ്ദേഹത്തെ അല്പം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിഭയൊക്കെ കണ്ട് മൗനികളായിട്ടാണോ നമ്മുടെ കാണേണ്ടവരൊക്കെ ഇരുന്നത്? കാര്യം വലിയ പുരസ്കാരങ്ങളൊന്നും വേണ്ട രീതിയിൽ അദ്ദേഹത്തെ തേടി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിലാസം കണ്ട് മൗനമായിട്ടിരുന്ന ആളുകൾക്ക് മുമ്പിൽ മൗനത്തെ വഴിഞ്ഞൊഴുക്കിയ പ്രതിഭാധനരായ എഴുത്തുകാരന് ആശ എന്ന് പറയുന്ന സംഘടന അതിൻ്റെ മൗനം വെടിഞ്ഞ് കേരളത്തിൻ്റെ സാഹിത്യ നഗരിയിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു സദസ്സിന് മുമ്പിൽ വെച്ച് ഈ മഹാപ്രതിഭയെ ഇവിടെ അനുസ്മരിക്കുന്നു. ഇതിനവസരം തന്ന ഒരുക്കിയ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.